Welcome to Simplifying Law. Today, we are going to discuss about general defenses, examples and case laws. Normally, ഒരു പ്ലെയിൻറ്റിഫിന് ഡിഫെൻഡൻറ്റിൻ്റെ ആക്ഷൻ കാരണം എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ ഡാമേജോ വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡൻറ്റ് ലയബിൾ ആയിരിക്കും. സർട്ടൺ സർക്കംസ്റ്റൻസസിൽ ഡിഫെൻഡൻറ്റിന് ഡിഫെൻസ് എടുക്കാൻ പറ്റും. നമ്മൾ ആ ഡിഫെൻസിനെ പറയുന്നതാണ് ജനറൽ ഡിഫെൻസസ് എന്ന്. ആദ്യത്തെ ഡിഫെൻസാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ, ഡിഫെൻസ് ഓഫ് കൺസെൻറ്റ്. അതായത് നമ്മൾ തന്നെ കൺസെൻറ്റ് കൊടുക്കുകയാണ്, നമുക്ക് ഹാം വന്നാലും ഇഞ്ചുറി വന്നാലും കുഴപ്പമില്ല, നമ്മൾ കൺസെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഡിഫെൻഡൻറ്റ് അവിടെ ലയബിൾ ആവില്ല. ആ കൺസെൻറ്റ് വോളണ്ടറിലി കൊടുക്കുന്ന കൺസെൻറ്റ് ആയിരിക്കണം, ഒരിക്കലും ഫോഴ്സ്ഡ് കൺസെൻറ്റ് ആവാൻ പാടില്ല. കൺസെൻറ്റ് എക്സ്പ്രസ്സോ ഇംപ്ലൈഡോ റിട്ടനോ ഓറലോ ആവാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെസ്പാസിന് കേസ് എടുക്കാൻ പറ്റില്ല. അതായത് അതിക്രമിച്ചു കയറി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് വന്നത്. അതുപോലെ നമ്മളൊരു സർജന് നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ്, സർജറിക്ക് നമ്മൾ കൺസെൻറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ സർജന് നമുക്ക് തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇംപ്ലൈഡ് കൺസെൻറ്റ്. ഒരു ക്രിക്കറ്റോ ഫുട്ബോൾ പ്ലെയറിന് അറിയാം അത് കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുമെന്ന്, അത് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഡിഫെൻഡൻറ്റിന് ലയബിളായി പറയാൻ പറ്റില്ല. സ്പെക്ടേറ്റേഴ്സ്, അതായത് കളി കാണാനിരിക്കുന്ന കാഴ്ചക്കാർക്കും അറിയാം ചിലപ്പോൾ ആ ബോൾ വന്ന് തട്ടാൻ സാധ്യതയുണ്ട്, അത് അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഡിഫെൻഡൻറ്റിനെ ലയബിളാക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് കേസ് ലോസ് നോക്കാം. ഹഗേർട്ടി വേഴ്സസ് ഷൈൻ. ഇതിൽ പ്ലെയിൻറ്റിഫിന് വെർണിയൽ ഡിസീസ് വന്നു. അപ്പോൾ കോർട്ടിൽ സ്യൂ ചെയ്തു, ഹസ്ബൻഡിൻ്റെ അസോൾട്ട് കാരണമാണിത് വന്നതെന്ന്. അപ്പോൾ കോർട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, വൈഫിന് ഓൾറെഡി അറിയാം ഇങ്ങനൊരു ഡിസീസ് ഉള്ളത്, അറിഞ്ഞുകൊണ്ടാണ് അവിടെ കൺസീലേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ലയബിൾ ആണെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. അടുത്ത കേസാണ് വൂൾഡ്രിഡ്ജ് വേഴ്സസ് സമ്മർ. ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു പ്ലെയിൻറ്റിഫ്. ഒരു ഹോഴ്സ് ഷോയിൽ പോയി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഹോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇഞ്ചുറി ഈ പറയുന്ന പ്ലെയിൻറ്റിഫിന് പറ്റി. അപ്പോൾ പ്ലെയിൻറ്റിഫ് കോടതിയിൽ കൊടുത്ത സമയത്ത് ഇത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയാണ്, കാരണം സ്പെക്ടേറ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറായി പോകുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഇഞ്ചുറി പറ്റാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ട് പോയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡിഫെൻഡൻറ്റിന് ലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അടുത്തൊരു മാക്സിമാണ് സൈൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെൻറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി എന്ന് പറഞ്ഞത്. ഇവിടെ എന്ന് പറയുന്നത് കൺസെൻറ്റ് ഇല്ല, നോളേജ് ഉണ്ട്, പക്ഷേ ആ കാര്യത്തിനെക്കുറിച്ച് ഒരു മിയർ നോളേജ് ഉണ്ടെങ്കിൽ പോലും അവിടെ കൺസെൻറ്റ് നമ്മൾ കൊടുക്കണില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ പെഡസ്ട്രിയൻ വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ് മേ ഹാവ് നോളേജ് ഓഫ് ഡേഞ്ചർ റിസൾട്ടിങ് ഫ്രം റോഡ് ആക്സിഡൻറ്റ്സ്. ഒരു റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്ക് അറിയാം ആക്സിഡൻറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ടെന്ന്, പക്ഷെ അതൊരിക്കലും എന്തല്ല, ഒരു കൺസെൻ്റ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻഡൻറ്റ് ഇവിടെ ലയബിളാണ്, കാരണം ഇവിടെ കൺസെൻറ്റ് ഇല്ല, നോളേജ് മാത്രമേ ഉള്ളൂ. ഈ മാക്സിം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേസ് ലോസ് നോക്കാം. സ്മിത്ത് വേഴ്സസ് ചാൾസ് ബേക്കർ ആൻഡ് സൺസ്. ഇതിൽ പ്ലെയിൻറ്റിഫ് ഡിഫെൻഡൻറ്റിൻ്റെ ഒരു എംപ്ലോയർ ആയിരുന്നു. അവിടെ സ്റ്റോൺ ക്വാറിയിലുള്ള ഒരു ഗാങ്മാൻ അല്ലെങ്കിൽ ഒരു വർക്കറായിരുന്നു. അപ്പോൾ അവിടെ ഈ സ്റ്റോൺ ഇതാക്കുന്ന സമയത്ത് പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി ആയി. അപ്പോൾ ഡിഫെൻഡൻറ്റ് ഇവിടെ പറഞ്ഞു ഇത് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞ സമയത്ത് കോർട്ട് പറഞ്ഞത് അല്ല, കാരണം ഇയാൾക്കിവിടെ വർക്ക് ചെയ്യുമ്പോൾ നോളേജ് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്കിങ്ങനെ ഒരു ഇഞ്ചുറി വരണം എന്ന് പറഞ്ഞിട്ട് അയാൾ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സൈൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറി ആണ് എന്നാണ് കോടതി പറഞ്ഞത്. അടുത്ത കേസാണ് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് വേഴ്സസ് അൽമലു അമ്മാൽ എന്ന് പറയുന്നത്. ഇതിൽ പ്ലെയിൻറ്റിഫ് ഡിഫെൻഡൻ്റ് ഒരു വർക്ക്മാൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേണിനെ ബ്രേക്കപ്പ് ചെയ്യാന്നുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇത് എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റിൽ നിന്ന് അതിനെ താഴെയിട്ട് പീസ് ആക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കുന്നതിനിടയിൽ പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി പറ്റി. അപ്പോൾ ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കണം, കാരണം അയാൾക്ക് നോളേജ് മാത്രമേ ഉള്ളൂ, കൺസെൻറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ സർക്കംസ്റ്റാൻസസിൽ നമ്മളിതിനെ സൈൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറി ആണെന്ന് പറയും. ജനറൽ ഡിഫെൻസസും അതിൻ്റെ കേസ് ലോസും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മളിതിൻ്റെ ലിമിറ്റേഷൻസും അതിൻ്റെ കേസ് ലോസും ഇൻക്ലൂഡ് ചെയ്യും. Thank you for joining me.
I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.